ഹല്ലേലൂയ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആവേ മരിയ. പ്രിയമുള്ള മക്കളെ, സഹിച്ചു മടുത്തുവോ? ഏകദേശം ഓരോ മക്കളും അതികഠിനമായി സഹിക്കുകയായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ക്രിസ്ത്യാനി മക്കളോട് കർത്താവ് പറയുന്നതും, നിങ്ങൾ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. യേശുവിൻ്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ പ്രത്യക്ഷപ്പെടേണ്ടതിന് അവൻ്റെ മരണം എല്ലായ്പ്പോഴും ഞാൻ എൻ്റെ ശരീരത്തിൽ സംവഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇതെല്ലാം കർത്താവ് കാണുന്നുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കണം. പ്രൈസ് ദി ലോർഡ്. ഒരു വചനം ചേച്ചി പറയണു. 1 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 7 മുതലുള്ള തിരുവാക്യങ്ങൾ കേട്ടുകൊള്ളുക. ആകാശത്തിലും ഭൂമിയിലും ദേവന്മാർ എന്ന് വിളിക്കുന്നവർ ഉണ്ടെങ്കിലും അങ്ങനെ പല ദേവന്മാരും നാഥന്മാരും ഉണ്ടല്ലോ. എങ്കിലും നമുക്കൊരു ദൈവമേയുള്ളൂ. ആരാണോ സർവവും സൃഷ്ടിച്ചത്, ആർക്കു വേണ്ടിയാണോ നാം ജീവിക്കുന്നത്, ആ പിതാവ്. ഒരു കർത്താവേ നമുക്കുള്ളൂ. ആരിലൂടെയാണോ സർവവും ഉളവായത്, ആരിലൂടെയാണോ നാം നിലനിൽക്കുന്നത്, ആ യേശു ക്രിസ്തു. പ്രൈസ് ദി ലോർഡ്. വീണ്ടും പറയണേ, 2 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം 4-ാം തിരുവാക്യം. ഈ ലോകത്തിൻ്റെ ദേവൻ അവിശ്വാസികളായ അവരുടെ മനസ്സിനെ അന്ധമാക്കിയിരിക്കുന്നു. തന്നിമിത്തം ദൈവത്തിൻ്റെ പ്രതിരൂപമായ ക്രിസ്തുവിൻ്റെ മഹത്വമേറിയ സുവിശേഷത്തിൻ്റെ പ്രകാശം അവർക്ക് ദൃശ്യമല്ല. അപ്പോൾ പിതാവാം ദൈവം പരിശുദ്ധാത്മാവിനെ തന്നുകൊണ്ട് ഈ ലോകത്തിൻ്റെ ദേവന്മാരിൽ നിന്നും നമ്മെ നീക്കി നിർത്തി നമ്മുടെ മനസ്സിനെ പ്രകാശമുള്ളതാക്കി തീർത്തിരിക്കുന്നു. എന്നാൽ അവരെ അന്ധരാക്കിയിരിക്കുന്നു. ദൈവത്തിൻ്റെ പ്രതിരൂപമായ ക്രിസ്തുവിൻ്റെ മഹത്വമേറിയ സുവിശേഷത്തിൻ്റെ പ്രകാശം. പ്രൈസ് ദി ലോർഡ്. എന്തൊരു മനോഹരമായ വചനം! അത് അവർക്ക് ദൃശ്യമല്ല. എന്നാൽ ദൈവം അത് നമുക്ക് വെളിപ്പെടുത്തി തന്ന് വാഗ്ദാനത്തിൻ്റെ മക്കളായി, അവകാശികളായി നമ്മെ കൂട്ടിപ്പിടിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. അവിടെ കർത്താവ് പറയുന്നൊരു വാക്കാണ്. പൗലോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യമാണ്. ഗലാത്യർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം 3-ാം തിരുവാക്യം. ആത്മാവിൽ ആരംഭിച്ചിട്ട് ഇപ്പോൾ ശരീരത്തിൽ അവസാനിപ്പിക്കുവാൻ മാത്രം ഭോഷന്മാരാണോ നിങ്ങൾ സഹിച്ചവയത്രയും വ്യർത്ഥമായിരുന്നുവോ? തീർത്തും വ്യർത്ഥം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നത് എന്താണ് മക്കളെ? സഹനം. എന്നിട്ട് പറയാണ്, നിയമഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നതെല്ലാം അനുസരിക്കാതെയും പ്രവർത്തിക്കാതെയും ഇരിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാകുന്നു. അവൻ ശപിക്കപ്പെട്ടവനാണെന്ന്. ബൈബിൾ അനുസരിക്കുന്നില്ല, ബൈബിൾ അനുസരിച്ച് മുൻപോട്ട് പോകുന്നില്ല. അതിനെ ചോദ്യം ചെയ്ത് മുൻപോട്ട് പോകുന്നവരോട് പറയണു, നിങ്ങൾ ശപിക്കപ്പെട്ടവർ എന്ന്. അപ്പൊ പറഞ്ഞതെന്താ? നമ്മളെ ദൈവം ആത്മീയ മക്കളാക്കി തെരഞ്ഞെടുത്തു. എന്നിട്ട് പറയാണ്, യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ വേണ്ടി സ്നാനം സ്വീകരിച്ചിരിക്കുന്ന നിങ്ങളെല്ലാവരും യേശു ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അപ്പൊ ഇനി നമ്മളെ കാണാനില്ല. നമ്മുടെ മുൻപിൽ നിന്ന് സാത്താൻ നോക്കുമ്പോൾ കാണുന്നത് യേശുവിനെയാണ്. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് പറയാണ്, ദൈവത്തെ അറിയാതിരുന്ന അന്ന് നിങ്ങൾ യഥാർത്ഥത്തിൽ ദൈവമല്ലാത്തവയെ സേവിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ദൈവം ഇപ്പോൾ നിങ്ങളെ അറിയുന്നു, നിങ്ങളും ദൈവത്തെ അറിയുന്നു. ബലഹീനങ്ങളും വ്യർത്ഥങ്ങളുമായ ആ പ്രപഞ്ച ശക്തികളുടെ അടുത്തേക്ക് വീണ്ടും തിരിച്ചു പോകാൻ നിങ്ങൾക്ക് സാധിക്കുമോ? അതായത് സഹനം വരുമ്പോൾ നമ്മുടെ ചിന്തയിൽ വരുന്നൊരു ചിന്താഗതിയാണ്, ദൈവമേ, ഞങ്ങൾ എന്നൊക്കെ ഈ പ്രാർത്ഥനയിലേക്ക് വന്ന് കർത്താവുമായിട്ടൊരു ഭയങ്കര ബന്ധം പുലർത്തിയോ, എന്നും സഹനമാണ് അല്ലേ? നമ്മുടെ മനസ്സിലൊക്കെ ഇല്ലേ അങ്ങനെ? ഹല്ലേലൂയ. തീർച്ചയായിട്ടും ഉണ്ടാവും മക്കളെ. അമ്മ, ചേച്ചി ഇപ്പം നിങ്ങളോടൊരു കാര്യം പറയണതാ. നമ്മുടെ പരിശുദ്ധ അമ്മ നമ്മൾ എസക്കിയേലിൻ്റെ പുസ്തകത്തിൽ പറയാണ്, അവൻ രക്തത്തിൽ മുങ്ങി അവിടെ കിടന്നിരുന്നു അത്രേ. അവനെ ആരും പരിഗണിച്ചില്ല. കർത്താവായ യേശു ക്രിസ്തു നമ്മളോട് പറയുന്നതാണ്, ഞാൻ അവിടെ വന്നു, അവനെ കഴുകി. അത് യഹൂദരുടെ ആചാരാണ് കേട്ടോ. ഉപ്പ് പുരട്ടുക, പൊക്കിളുകൂടി മുറിക്കുക, അങ്ങനെയൊക്കെ ചെയ്ത് ആ ഒരു ആചാരം, അത് യഹൂദരുടെ ആചാരമാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ മക്കളെ. നമ്മുടെ അമ്മ, പരിശുദ്ധ അമ്മ സഹിച്ച ഓരോ സഹനങ്ങളും ഒരു നിമിഷ നേരം എൻ്റെ മക്കളൊന്ന് ധ്യാനിച്ചേ. ഈ അമ്മ യേശുവിനെയും
ഗർഭിണിയായി കഴിഞ്ഞപ്പോൾ ഈജിപ്തിലേക്ക് പോവുകയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞ് അമ്മ പ്രസവിച്ചപ്പം ആരായിരിക്കും ആ കുഞ്ഞിൻ്റെ പൊക്കിൽ കൂടി മുറിച്ചത്? ആരായിരിക്കും ആ പിള്ളക്കച്ചയിൽ പൊതിഞ്ഞ് ആ ബ്ലഡൊക്കെ തുടച്ചു നീക്കി? ആരായിരിക്കും? അതമ്മയല്ലേ? അവിടെ വേറെ വല്ലവരും ഉണ്ടായിരുന്നോ? ഇതെല്ലാം കഴിഞ്ഞ് 2 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളെ കൊല്ലാൻ ഹെറോദോസ് ആ കൽപ്പന പുറപ്പെടുവിച്ചപ്പോൾ അമ്മയും ഔസേപിതാവും എത്രമാത്രം ആ ദൈവത്തെയും കൊണ്ട് ഓടി. പ്രൈസ് ദി ലോർഡ്. ഇതൊക്കെ നമുക്ക് മനുഷ്യനെ ഈ ലോകത്തിൽ വെച്ച് വെള്ളാറങ്കല്ലുകളാവാൻ ഉരുട്ടിയെടുക്കുന്ന ഉദാഹരണങ്ങൾ, മാതൃകയാണ് നമുക്ക് പരിശുദ്ധ അമ്മ നമ്മെ പഠിപ്പിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അവിടെ നിന്ന് 1 2 ഒരു 3 4 ചേച്ചി പറയുന്നുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈജിപ്തിലേക്കുള്ള പാലായനം എന്ന് പറയുമ്പോൾ അമ്മയും ഔസേപിതാവും തമ്മിൽ പലരും പറഞ്ഞു 40 വയസ്സിൻ്റെ വ്യത്യാസം ഉണ്ടായിരുന്നു എന്ന്, 20 വയസ്സിൻ്റെ വ്യത്യാസം ഉണ്ടായിരുന്നു എന്നാണ് മറ്റു ചിലർ പഠനങ്ങളും നമ്മെ പഠിപ്പിക്കുന്നത്. ചേച്ചി ഇതിനെക്കുറിച്ചൊക്കെ വായിച്ചു വന്നപ്പോൾ മനസ്സിലാകുന്നത് അങ്ങനെയാണ്. ആ ഔസേപിതാവ് തച്ചൻ്റെ പണി ചെയ്തിട്ടാണ് അമ്മയ്ക്കും ഉണ്ണീശോയ്ക്കും അപ്പം കൊടുത്തിരുന്നത്. അമ്മ എന്ത് സുഖമായിരിക്കണം ഈ ലോകത്തിൽ അനുഭവിച്ചിട്ടുണ്ടായിരിക്കുക. എന്നിട്ടും അമ്മയെക്കുറിച്ച് പറയുമ്പോൾ പേര് പറയാം, മറിയ. അങ്ങനെ പറഞ്ഞുകൊണ്ട് അമ്മയുടെ സഹനത്തെ തള്ളിക്കളയണം നാം ചെയ്യുന്നത്. പൊന്നുമക്കളെ, സ്ത്രീകൾക്ക് മാതൃകയാക്കാവുന്ന, അനുകരിക്കാവുന്ന ഏറ്റവും ഒരു ഉത്തമ മാതൃകയാണ് പരിശുദ്ധമ്മ. പ്രൈസ് ദി ലോർഡ്. അതായത് യേശു പറയുന്നു, അവൻ ജീവിക്കുന്നു, അവൻ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നു. നാമും ദൈവത്തിന് വേണ്ടി ജീവിക്കണം. നിന്റെ എല്ലാ പ്രവർത്തികളും ദൈവവിചാരത്തോടെയാകട്ടെ. അവിടുന്ന് നിനക്ക് വഴി തെളിച്ചു തരും. പ്രൈസ് ദി ലോർഡ്. വീണ്ടും പറയാം, ദൈവത്തോട് വിട്ടകലാതെ ചേർന്ന് നിൽക്കുവിൻ, നിന്റെ അന്ത്യദിനങ്ങൾ ധന്യമായിരിക്കും. അപ്പോൾ അമ്മയെ സംബന്ധിച്ചിടത്തോളം ആ പുത്രനെയും ഔസേപിതാവും കൂടിയിട്ടുള്ള ഒരു ജീവിതം എൻ്റെ മക്കളൊന്ന് ധ്യാനിക്കൂ. എന്നിട്ടും കൂടി 2-3 പ്രാവശ്യം കർത്താവ് പറയുന്നു, സ്ത്രീയെ എനിക്കും നിനക്കും എന്ത്? അമ്മ അവിടെ നിശബ്ദയായിരുന്നു. അത് പിതാവ് പറഞ്ഞ സ്ത്രീയാണ് ഈ നിൽക്കുന്നതെന്നാണ് ആ പറഞ്ഞത്. എങ്കിൽ പോലും അതിനെ വിമർശിക്കുന്ന എത്രയോ പേരുണ്ട്. ഇന്നും അത് വിമർശന വിധേയമാക്കുന്നു. അമ്മ, ആരൊക്കെ അമ്മേ അമ്മേ എന്ന് പറഞ്ഞു വന്നിട്ടുണ്ടോ അവരുടെ എല്ലാവരുടെയും അമ്മ ത്രിലോക രാജ്ഞിയാണ് അമ്മ. അമ്മ നമ്മുടെ കുടുംബത്തിൽ റാണിയായി വാഴട്ടെ. പ്രൈസ് ദി ലോർഡ്. ഈ സഹനങ്ങളിലൂടെ മുഴുവൻ കടന്നു പോന്ന ആ അവസാന നിമിഷത്തിലേക്ക് എൻ്റെ മക്കളൊന്ന് നോക്കൂ. അവിടെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് യോഹന്നാൻ്റെ കയ്യിൽ അമ്മേ. ഭർത്താവും മരിച്ചു, മകനും നിന്ദനത്തിൻ്റെ പാരമ്യതയിലെത്തി മകനും മരിച്ചു. എന്നിട്ട് അമ്മയെ ഏൽപ്പിക്കുകയാണ് യോഹന്നാൻ്റെ കയ്യിൽ. അമ്മയുടെ അന്ത്യദിനങ്ങൾ യോഹന്നാനോടൊപ്പമായിരുന്നു. എൻ്റെ പൊന്നുമക്കളൊന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മുടെ മക്കള് അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവ് ഒന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ വേറെ ആരുടെയോ കൂടെ നമ്മൾ കഴിയേണ്ടി വന്നാൽ അവരുടെ മുൻപിൽ നമ്മൾ കൈ നീട്ടേണ്ട ഒരു ഗതികേടൊന്നും ചിന്തിച്ചു നോക്കൂ. എല്ലാ ആഗ്രഹങ്ങളും മക്കളോട് പറയുന്നത് പോലെ പറഞ്ഞു കാണുമോ നമ്മുടെ അമ്മ? നമ്മുടെ അമ്മ മൗനം പാലിച്ചു കാണണം. യോഹന്നാൻ എന്തെങ്കിലും കൊടുത്തെങ്കിൽ അത് മേടിച്ചു കഴിച്ചു. ആ മുൻപ് യോഹന്നാൻ എന്തായിരുന്നു ജോലി? സുവിശേഷ വേലയായിരുന്നു. അവസാന കാലങ്ങളിൽ വെളിപാടിൻ്റെ പുസ്തകം എഴുതിയത് വിശുദ്ധ യോഹന്നാനാണ്. അപ്പം എൻ്റെ മക്കളൊന്ന് ചിന്തിച്ച് നോക്കൂ. ബൈബിളും സുവിശേഷമായിരുന്നു യോഹന്നാൻ ശ്ലീഹയുടെ ജോലി. അതായിരുന്നു ചെയ്തുകൊണ്ടിരുന്നിരുന്നത്. അപ്പം അമ്മയുടെ എല്ലാ ആവശ്യങ്ങളും നടത്താൻ ആ പാത്മോസ് ദ്വീപിലൊക്കെ പോയിരുന്നപ്പോൾ എങ്ങനെ അത് സാധിച്ചിരുന്നിരിക്കണം? അതിക്ക് മുൻപേ നമ്മുടെ അമ്മ സ്വർഗാരോപിതയായിട്ടുണ്ടായിരിക്കും കേട്ടോ. ഇനി യേശു മരിച്ചു, ഉത്തിതനായി. നമുക്കൊന്ന് ചിന്തിച്ചു നോക്കിയാൽ ആദ്യം അമ്മയുടെ അടുക്ക വന്നിട്ട് അമ്മയെന്ന് പറഞ്ഞ് വെളിപ്പെടുത്തി കൊടുക്കുക അല്ലതല്ല. നമ്മളെ ബൈബിള് നമ്മളെ പഠിപ്പിക്കുന്നത് മഗ്ദലേന മറിയത്തിന് വെളിപ്പെട്ടതുപോലെയാണ്. അവിടെയും അമ്മ എളിമപ്പെട്ടു. അമ്മ അവിടെ മൗനം പാലിച്ച് പ്രാർത്ഥനയിലായിരുന്നു. അപ്പോൾ അവിടെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, കർത്താവ് എന്നും എപ്പോഴും പാപികളെ തേടി വരുന്നവനാണ്. അവർക്ക് 1-ാം സ്ഥാനം കൊടുക്കുന്നവനാണ്. എൻ്റെ അമ്മ എൻ്റെ അമ്മയ്ക്ക് അറിയാം, അത് ഈശോയ്ക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് ഞാൻ പാപികളെ തേടി വരുന്നു. ഒരാത്മാവും നഷ്ടപ്പെട്ടു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അവിടെ ഒരിടത്തും
എഴുതപ്പെടാത്ത ഒരുപാട് രഹസ്യങ്ങൾ ബൈബിളിലുണ്ട്. എങ്കിൽ പോലും ഒരിടത്തും പരിശുദ്ധ അമ്മ പ്രസംഗിച്ചതോ സംസാരിച്ചതോ ഒന്നും കാണുന്നില്ല. അമ്മ എല്ലായിടത്തും നിശബ്ദയായിരുന്നു. ആ അമ്മ നമുക്കൊക്കെ മാതൃകയായിരിക്കട്ടെ. സഹിക്കാനുള്ള ശക്തി അമ്മയിൽ നിന്ന് നമുക്ക് പഠിച്ചെടുക്കാം. സഹനം കൂടാതെ ഈ കാലഘട്ടത്തിൽ ഈ ഓട്ടം പൂർത്തിയാക്കാൻ സാധിക്കില്ല മക്കളെ. ദൈവം എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂവേഴ്സിനെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, നീതിമാനായ വിശുദ്ധ പിതാവേ, അപ്പസ്തോല ഗണങ്ങളെ, മാലാഖമാരെ, വിശുദ്ധരെ, നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി. തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവമേ, ആമേൻ.